2026 ഇപ്പോൾ വരും. തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഈ നാട്ടിൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കൊടിയുയരും. നോക്കൂ, ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്? ചില ആളുകൾ പറയുന്നു പിണറായി സർക്കാർ തുടരാം, LDF മൂന്നാം ഘട്ടത്തിലേക്ക് വരാം. ചില ആളുകൾ പറയുന്നു മടുത്തു ഈ ഭരണം, എത്രയും പെട്ടെന്ന് ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ചില മാധ്യമങ്ങളും ചില ആളുകളും രാഷ്ട്രീയ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് വേഴ്സസ് CPM എന്ന് പറയുന്ന ഒരു രീതി നമ്മളിങ്ങനെ നോക്കുമ്പോഴേ കോൺഗ്രസിന് ഒരു ഐക്യമില്ല എന്നുള്ളതാണ്. ഇത്രയും നാൾ പ്രതിപക്ഷത്ത് നിന്നതിന് ശേഷവും ഭരണം പിടിക്കണം, ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം, അതിനെ വലിയ രീതിയിൽ ടാക്കിൾ ചെയ്ത് അധികാരത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള മന്ത്രിമാരുടെ മന്ത്രിസഭകൾ, മുഖ്യമന്ത്രി ആരാണ് നന്നാവേണ്ടത്, ആരാണ് അവിടെ ഭരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ചിന്തിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നുമല്ല. ഞാൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ ഈ പാർട്ടിയെ ആര് നയിക്കും, ഈ പാർട്ടിയെ ആര് ഒറ്റക്കെട്ടായി കൊണ്ടുപോകുമെന്ന് VD സതീശൻ പറഞ്ഞു. ഞങ്ങളുടെ കണ്ണിൽ, ഞങ്ങളുടെ നെഞ്ചിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ളത് പിണറായി സർക്കാരിനെ നിലംപരിശാക്കുക, കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് വരിക. രമേശ് ചെന്നിത്തല, K സുധാകരൻ, ഇങ്ങനെ എല്ലാ ആളുകളും, യൂത്ത്, സീനിയർ, എല്ലാ വിഭാഗങ്ങളും കോൺഗ്രസിൽ പറയുന്നുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് DCCന്റെ മുറ്റത്ത് ഇങ്ങനെ ഉദ്ഘാടനം നടക്കുമ്പോൾ നമ്മൾ കണ്ടുപോയി, ചിരിച്ചുപോയി, നമ്മൾ മടുത്തുപോയി. അത് കണ്ട് ഈ പാർട്ടിയെ നോക്കി രാഷ്ട്രീയ കേരളം വലിയൊരു ദീർഘശ്വാസം വിട്ടത്. ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോഴും ശക്തമായ പ്രശ്നങ്ങളിൽ ഉഴലുന്ന കോൺഗ്രസ് ആണോ പിണറായി സർക്കാരിനെ ഇനി തകർക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിൽ ജനങ്ങൾക്ക് എങ്ങനെ വിശ്വാസമുണ്ടാകും? ഒരു വിശ്വാസമല്ലേ ഈ ഒരു പാർട്ടിയോട് ഉണ്ടാകേണ്ടത്? നോക്കൂ, UDF എന്ന് പറയുന്ന ആ ഒരു സംഘടനാ സംവിധാനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. 21 സീറ്റിലേക്ക് ചുരുങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ കോൺഗ്രസ് എത്രയോ സീറ്റുകൾ കടന്നാണ് ഇനി CPM എന്ന് പറയുന്ന കേഡർ പാർട്ടിയെ വെല്ലാനായിട്ട് നിൽക്കേണ്ടത്. അവിടെയാണ് കോൺഗ്രസ് ഇത്രയും വലിയ നിസാരവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മെച്ചപ്പെട്ടതുകൊണ്ടോ, ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ രണ്ടാം പിണറായി സർക്കാർ മികച്ചു നിൽക്കുന്നത് കൊണ്ടോ അല്ല. ഒരു പക്ഷേ ഇനി CPM ഇവിടെ താഴെ പോയാൽ, LDF ഇവിടെ താഴെ പോയാൽ ഉണ്ടാവുക തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ ചിലപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന UDF ഇവിടെ ഭരണത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വയ്യ. പിണറായി വിരുദ്ധത വേഴ്സസ് UDF എന്ന് നോക്കുമ്പോൾ ചില ആംഗിളുകളിൽ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ, ചില പരാമർശങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ, ഇപ്പോഴും CPMനെയും കോൺഗ്രസിനെയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും, CPM അല്ലെങ്കിൽ CPI എന്നൊക്കെ പറയുന്ന ഒരു കേഡർ സംവിധാനം വളരെ പെട്ടെന്ന് ഇലക്ഷൻ ആവുമ്പോൾ ഒരു അച്ചടക്കമുള്ള രീതിയിലേക്കാവും. ഒരു രീതിയിലുള്ള കമന്റുകളോ ഒരു രീതിയിലുള്ള എതിരഭിപ്രായങ്ങളോ ഇല്ലാതെ ശക്തമായ കേഡർ ലേബലിലേക്ക് ആ പാർട്ടികൾ ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ വന്ന് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. കോൺഗ്രസ് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കണം, ഒരാൾ പോലും പറയല്ലേ, ഒരാൾ പോലും തെറ്റിക്കല്ലേ, വാ തുറക്കാണ്ടിരിക്കണേ ചിലർ എന്നുള്ള രീതിയിലൊക്കെ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ കോൺഗ്രസ് വേഴ്സസ് CPM, LDF വേഴ്സസ് UDF എന്ന് പറയുമ്പോൾ പിണറായി വിരുദ്ധത അല്ലെങ്കിൽ പിണറായിയെ മടുത്ത ജനം കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ ഒരു കെട്ടുറപ്പ് എന്ന് ചിന്തിച്ചാൽ വീണ്ടും ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ വരും. ഇനി അതല്ല, കോൺഗ്രസ് വലിയ രീതിയിൽ ഇവിടെ മുന്നോട്ട് വന്ന് നിൽക്കണം, കോൺഗ്രസിന്റെ ഒരു പ്രസക്തി എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2026 തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം പാർട്ടിയിൽ താഴെ ലെവലിലുള്ള നേതാക്കന്മാരുടെ ഇടയിൽ ഒരു ബൂത്ത് സംവിധാനങ്ങളിൽ ഒരു വലിയ കെട്ടുറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആ പാർട്ടി നന്നേ പാടുപെടേണ്ടി വരും.